ഗൈസ്, ഈ ഹോട്ടൽ തുറന്നിട്ട് ഒരുപാട് ദിവസമായി. എന്താ കാരണം നിങ്ങൾക്ക് ഗ്യാസ് ഇല്ല. പണിക്കാരോടൊക്കെ വീട്ടിൽ പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. ആ ഹോട്ടലിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താ നിങ്ങൾക്ക്? വിറകിൽ അഡ്ജസ്റ്റ് ചെയ്യാണ്. ചെറിയ ഹോട്ടലായതുകൊണ്ട് ഓൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ചെറുമട്ടത്തിന്. അതിന് പുറമെ വേറെ സംഗതി കൂടി ഉണ്ട്, ഞാൻ കാണിച്ചുതരാം. കണ്ടോക്കി. ഇത് ഇവരിപ്പോ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് എവിടുന്നോ വാങ്ങിക്കൊടുന്നതാണ്. ഡീസലിന്റെ കോഴി പൊരിച്ചാലും അതേപോലെ ചായന്റെ സമാവറമൊക്കെ ഡീസൽ ഉപയോഗിച്ച് കത്തിക്കുന്ന ഒരു സ്റ്റൗ. തൽക്കാലത്തിനൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. 4 ദിവസം കൊണ്ട് ഇവിടുത്തെ ഗ്യാസും കഴിയും. അപ്പൊ തോണീസാ, ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഗ്യാസ് ഇല്ലാത്ത കാരണം കേരളത്തിലെ ഒരുപാട് ഹോട്ടലുകൾ പൂട്ടിക്കെടുക്കണം, ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരെയും ഇത് ബാധിക്കും. എന്നെ ഇത് ബാധിച്ചു, അത് എങ്ങനെ ബാധിച്ചത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇന്നലെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോയുടെ കമന്റ് ബോക്സിലുണ്ട് കുറേ ആൾക്കാർ വന്നിക്കാണ്ട്, അതോ ഇത്രയധികം വിറക് ഫാൻസ് നമ്മളെ കേരളത്തിലുണ്ടെന്ന് ഞാൻ അറിയില്ല കേട്ടോ. എത്ര ആൾക്കാരാണ് വന്നിക്കാണ്ട് എന്നപ്പോ ഈ ഗ്യാസ് ഒക്കെ ഉണ്ടായത്? ഗ്യാസ് ഇല്ലെങ്കിൽ വിറക് എടുക്കണം, വിറക് ഗ്യാസ് ഇല്ലാത്തൊരു കാലത്തും ഇവിടെ മനുഷ്യന്മാർ ജീവിച്ചിരുന്നില്ലേ, എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ ബേജാറാവണ് കോയാന്നൊക്കെ പറഞ്ഞിക്കാണ്ട് കുറേ കമന്റുകൾ ഞാൻ കണ്ടു. എൻ്റെ പൊന്നാര പടപ്പാളെ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിൽ അതേപോലെ വാട്സപ്പിൽ കമന്റ് ബോക്സിൽ വന്നിക്കാണ്ട് എഴുതിക്കാണ്ട് എൻജോയ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ നമ്മളെ നാട്ടിലെ നിത്യ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഒരിക്കലും നടക്കൂല. ഇവിടെ 90% ഹോട്ടലുകളും ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. ആ ഗ്യാസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോട്ടലും തുറക്കാൻ പറ്റൂല. ഒരു ഹോട്ടൽ തുറന്നില്ല എന്നുണ്ടെങ്കിൽ ആ ജോലിക്കാർക്ക് ആർക്കും പണി ഉണ്ടാവില്ല. ആ ഹോട്ടലിലേക്ക് കോയും ബീഫും മീനും ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആ ഹോട്ടലിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന മറ്റ് കച്ചവടക്കാർക്ക് ആർക്കും ജോലി ഉണ്ടാവില്ല. എല്ലാവരും വീട്ടിലിരിക്കേണ്ടി വരും. എന്നെ ബാധിച്ച് എങ്ങനെയാന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോരുത്തരെയും ബാധിക്കും. എല്ലാവരും പട്ടിണിയാവും. കേരളത്തിൽ മൊത്തം പട്ടിണിയാവും. ആകെ തൂഫാനാവും. അത് ഞാൻ ആ വീഡിയോയിൽ ചെയ്ത് പറഞ്ഞ സമയത്ത് കുറെ ആൾക്കാർ വിറക് ഫാൻസ് വന്ന് കാണാൻ എല്ലാവരും കൂടി ഇന്നിട്ട് കാണുക ട്രോളി. ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ എന്ത് ചെയ്യും, ഒരു 10-40 കൊല്ലം ബാക്കിലോട്ടാണ്ട് പോകും. കക്കൂസ് തൂറാൻ വേണ്ടിയിട്ട് കക്കൂസ് പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടല്ലോ. കുറ്റിക്കാട്ട് പോയിക്കാണ്ട് തൂറിക്കാണ്ട് തുടച്ചിക്കാണ്ട് നീച്ചു പോകുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിലേക്കാണ് പോകും. അത്രയും ബാക്കിലോട്ടാണ് പോകും നമ്മളെ കേരളം. അതേ സംഭവിക്കുള്ളൂ. അല്ലാതെ നിങ്ങൾ പറഞ്ഞ മായി വിറക് ഏറ്റൊന്നും ഇവിടെ ഒരു കോപ്പും നടക്കാൻ പോകുന്നില്ല. 90% ഹോട്ടലുകളും യൂസ് ചെയ്യുന്നത് ഗ്യാസാണ്. ഗ്യാസ് ഇല്ലെങ്കിൽ തീർന്നു. കേരളം ഇല്ല, ഒരു ബിസിനസ്സും നടക്കൂല. എല്ലാവരും പട്ടിണിയാവും. അതേപോലെ പെട്രോൾ പുതുക്കാൻ പോവാണ്. യുദ്ധം, ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, യുദ്ധം പെട്ടെന്ന് അവസാനിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും അനുഭവിക്കും. ഞാനും നീയും നിങ്ങളും ഈ AC റൂമിലും ഓഫീസ് റൂമിലും പണിസ്ഥലത്ത് നിന്ന് ഇരുന്നുകാണ്ട് വിറകിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ട എല്ലാവരുടെ പണിയും പോവും. എല്ലാവരും പണിയും പോവും. ഒരു ഗ്യാസ് മാത്രം നിന്നാൽ മതി. കേരളത്തിൽ ഒരുപാട് പട്ടിണിയാവുമ്പോഴാ. അതേപോലെ പെട്രോൾ നിൽക്കാൻ പോവാണ് പറഞ്ഞത്. അതിന്റെ അടിക്കൂടി പിന്നെ കുറെ ആൾക്കാർ വന്നുകൊണ്ട് പറയും ഇന്റർനെറ്റ് നിൽക്കാൻ പോവാണ്, എന്റെ ഈ ഡയലോഗൊന്നും നടക്കൂല, ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞു. ഇന്റർനെറ്റ് കൂടി നിന്നിട്ട് ചെങ്ങനെ പറയും ഇന്ത്യ മാത്രമല്ല ആദ്യം ഒന്നും നടക്കൂല, ഇങ്ങൾക്കും പണി ഉണ്ടാവില്ല. നിങ്ങളാ സോഫയിലും അല്ലെങ്കിൽ ആ AC റൂമിൽ ഇരുന്ന് കാണ്ട് ഈ കമന്റ് അടിക്കണം, ഇങ്ങൾക്കും പണി ഉണ്ടാവില്ല. എല്ലാവരും പണിയും പോവും. നമ്മക്ക് പിന്നെ ബേജാറൊന്നുമില്ല. മേലാകാശ താഴെ ഭൂമി കിട്ടിയതൊക്കെ ലാഭം, അത്രേ ഉള്ളൂ നമുക്ക്. ഇതല്ലെങ്കിൽ അടുത്തത്. പക്ഷെ ആ ജോലിക്ക് പോവാണെങ്കിൽ ആ ജോലി ഉണ്ടാവില്ല. ഈ വിറകടുപ്പിന് സപ്പോർട്ട് ചെയ്ത വിറകിന്റെ ആൾക്കാരുണ്ടല്ലോ, വിറക് അടുപ്പ് പുകയണമെന്നുണ്ടെങ്കിൽ ആ അടുപ്പിൽ വെക്കാൻ എന്തെങ്കിലും വേണം, അതുണ്ടാവില്ല. എല്ലാവരുടെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ പിന്നെ നിങ്ങൾ ഈ നമ്മളെ ഓർത്ത് ബേജാറാണ്. നമ്മൾ ഈ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കൊടുത്തമായി 1,80,00,000 കെട്ടിവെച്ച് കാണി ജോലി വാങ്ങിയ ആൾക്കാരൊന്നുമല്ല. ഒരു സുപ്രഭാതത്തിൽ വീട് കിട്ടിയ അവസരം മുതലെടുത്ത് അയിമ പൊടിച്ച് കടിച്ചു തൂങ്ങിയ ആൾക്കാരാണ്. അത് പോയാൽ പോയി, കിട്ടിയതൊക്കെ ലാഭം. കല്ലി വെള്ളി, മേലാകാശം താഴെ ഭൂമി. പക്ഷെ അപ്പുറത്ത് ഇറങ്ങണമെങ്കിൽ ജോലി വേണ്ടേ? ആർക്കും ജോലി ഉണ്ടാവില്ല. എല്ലാവരും പട്ടിണി കയറും, എല്ലാവരും തൂഫാനാവും. അതാണ് അവസ്ഥ. ഇത് യുദ്ധം അവസാനിക്കാൻ വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുക, അതേ വഴിയുള്ളൂ. അല്ലാതെ നെതന്യാവും ട്രംപും അല്ല ഇറാന്റെ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കണ്ട് ഇവിടെ നിൽക്കൂല. പടച്ചവനോട് പ്രാർത്ഥിച്ചോളി. എങ്കിൽ യുദ്ധം അവസാനിച്ചാൽ നമ്മൾ കഴിച്ചിലാവും. ഇല്ലെങ്കിൽ കേരളം പട്ടിണിയിലേക്കാണ് പോണേ. ഗൾഫിനെ ഏറ്റവും കൂടുതൽ ബാധിക്കും. യുദ്ധം അവസാനിച്ചില്ല എന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ്, ഗൾഫ് കയ്യിൽ നിന്ന് പോകും മക്കളെ. ഗൾഫ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ കേരളം ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ 19 കൊല്ലം ബാക്കിൽ കേരളം എങ്ങനെ ആയിരുന്നോ അതേ രീതിയിലേക്ക് കേരളമാണ് മാറും. കഞ്ഞി കുടിക്കാൻ വകുപ്പുണ്ടാവില്ല. ഈ ഗൾഫ് കൊണ്ട് മാത്രമാണ് ഈ കേരളം നിന്ന് പോകണ്ട്. ഞാനും നിങ്ങളും ഈ ഡയലോഗ് അടിക്കണ കമന്റ് അടിക്കണ എല്ലാവരും ജീവിച്ചു പോകണമെങ്കിൽ ഗൾഫ് എന്നൊരു സംഗതി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഗൾഫ് നിന്നാൽ ഇവിടെ ഹോട്ടലുണ്ടാവില്ല, ഹോട്ടലിൽ നിന്ന് സാധനം വാങ്ങാൻ ആൾക്കാരുണ്ടാവില്ല, ടെക്സ്റ്റൈൽസ് ഉണ്ടാവില്ല. ഇപ്പൊ കഴിഞ്ഞ പെരുന്നാൾക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു അവർക്ക് 3 ലക്ഷം റുപ്യ ഷോർട്ടാണ്. ടെക്സ്റ്റൈൽസിക്ക് സാധനം ഇറക്കിയ സാധനം 3 ലക്ഷം റുപ്യ ഷോർട്ടാണ്. പെരുന്നാളിന്റെ തലേന്നൊന്നും ഡ്രസ്സ് എടുക്കാൻ ആരും വന്നിട്ടില്ല. കാരണം ഗൾഫിന്റെ പൈസ ഇങ്ങോട്ട് വരാത്തോണ്ടാണ്.
അതേപോലെ തന്നെ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ശമ്പളം കിട്ടിയിട്ടില്ല, ബുദ്ധിമുട്ടിലാണ്, വീട്ടിൽ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, കുറച്ച് ക്യാഷ് വേണം, ശമ്പളം കിട്ടിയിട്ട് തരാൻ പറഞ്ഞാണ്ട് ഒരു പ്രവാസി മെസ്സേജ് അയച്ചിരുന്നു. അവൻ ചോദിച്ചിട്ട് എന്നെ കൊണ്ട് കഴിയണ ഒരു വിധം ഞാൻ കൊടുത്ത് അവനെ സഹായിച്ചു. അതന്നെയാണ് ഓരോരുത്തരുടെ അവസ്ഥ. എല്ലാവരും ഇപ്പോൾ പെട്ടുകിടക്കുകയാണ്. യുദ്ധം എങ്ങനെയെങ്കിലും നിൽക്കണം, നിന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് കേരളം പട്ടിണിയിലേക്ക്. അതിൽ യാതൊരു സംശയം വേണ്ട. വിറക് ഫാൻസിനോട് പറയണേ, നിങ്ങളെ വിറക് തലയിൽ വെച്ച് കുത്തർക്കേണ്ടി വരും, ഒന്നും നടക്കൂല. വിറക് കൊണ്ട് കേരളത്തിൽ ഒരു ഹോട്ടലും നടത്താൻ കഴിയൂല. മിഡിൽ ഈസ്റ്റിനെ നല്ലോണം ബാധിക്കും, അത് കേരളത്തിനെ പട്ടിണിയാക്കും ചെയ്യും, ഉറപ്പാണ്, യാതൊരു സംശയവും വേണ്ട. അതിനിപ്പോൾ പെട്രോളിനും കൂടി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും എടുക്കാതെ നമ്മളെ പിന്നെ സർക്കാർ പറയുന്നുണ്ട് റഷ്യയിൽ നിന്ന് $15 ബാരലിന് കൂടുതൽ കൊടുത്തിക്കാണ്ട് പെട്രോൾ വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പ്രതിസന്ധിയിലാവൂല എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഗ്യാസ് വാങ്ങി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എവിടെ ഈ ഗ്യാസൊക്കെ? ഇവിടെ 90% ഹോട്ടലുകളും പൂട്ടിക്കെടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി വന്ന് റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹോട്ടലും ഇല്ല, എവിടെയും ചായ ഇല്ല. നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ച് റോഡ് സൈഡിലൊക്കെ കംപ്ലീറ്റ് ഓരോ അങ്ങാടിയിലും 2-3 തട്ടുകടകളാണ്. പുതിയ ഇപ്പോഴത്തെ രീതിയിലുള്ള ഹൈടെക്കും ലോ ലെവലും ഹൈ ലെവലും മിഡിൽ ലെവലിലൊക്കെ ഉള്ള പല രീതിയിലുള്ള തട്ടുകട. അതിന് ജീവിച്ചു പോണ 100 ആയിരക്കണക്കിന് ആളുകളുണ്ട്, അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്. ആ ഒരു തട്ടുകടകൾ ഇപ്പോൾ തുറന്നിട്ടില്ല. അവർക്കൊന്നും ഗ്യാസില്ല. ഗ്യാസ് ഇല്ലാതെ ഓരോന്നും വിറകേറ്റല്ല അത് കത്തിച്ചിന്. വിറകേറ്റൊന്നും ഈ പരിപാടി നടക്കൂല. അവരൊന്നും തുടങ്ങിയിട്ടില്ല. വൈകുന്നേരം പുറത്തിറങ്ങിയ ഒരു ചായ കിട്ടാനില്ല. ഉള്ള ചായക്ക് തന്നെ 10 രൂപേനെ ചായ ഇപ്പോൾ 20 രൂപ, 25 രൂപ, 30 രൂപ ആയിക്കണേ. എന്നിട്ടും സാധനം കിട്ടാല്ലേ. കാരണം ഓൽക്ക് അതിന് കൊടുത്തിട്ട് മുതലാണില്ല. ഗ്യാസ് 1000 രൂപ കിട്ടിയത് ഗ്യാസിന് ഇപ്പോൾ 5000 രൂപ കരിഞ്ചന്തയിൽ വില, അതും കിട്ടാനില്ല. ഗവൺമെന്റ് പറയുന്നുണ്ട് ഗ്യാസ് വാങ്ങിക്കണേ, അത് വാങ്ങിക്കണേ, ഇത് വാങ്ങിക്കണമെന്നുണ്ടൊക്കെ. ഒക്കെ കാത്തിരുന്നോളി, എല്ലാവർക്കും കാണാം. ഈ ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. ഈ വാങ്ങിയ ഗ്യാസൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ഈ വാങ്ങിയ പെട്രോളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങണ സാധനമൊക്കെ 150 രൂപ ലിറ്ററിന് കൊടുക്കേണ്ടി വരും. ഇലക്ഷൻ വരെ വില കൂട്ടൂല. ഇപ്പൊ വാങ്ങി സ്റ്റോക്ക് ചെയ്തെന്നൊക്കെ പറയണ്ടല്ലോ, അതൊന്നും ഇങ്ങോട്ട് മാർക്കറ്റിൽ ഇറങ്ങി കാണുന്നില്ല. ഗ്യാസൊന്നും അതൊക്കെ ഇറങ്ങും, പെട്രോളും ഡീസലും ഒക്കെ ഇറങ്ങും. അതിനനുസരിച്ച് നല്ല വിലയും കൊടുക്കേണ്ടി വരും. എല്ലാവരും കാത്തിരുന്നോളി. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറ്റം പറഞ്ഞ് വിറകിന് സപ്പോർട്ട് ചെയ്ത് യൂട്യൂബർമാരെ പണി പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നെറ്റ് പോവാണ് എന്നൊക്കെ പറഞ്ഞ് കുത്തിർന്നോളി. നിങ്ങൾ നെറ്റ് പോയാൽ യൂട്യൂബർമാരെ പണി മാത്രമല്ല, എല്ലാവരും അടപ്പ് കൂരും, ആകെ പട്ടിണിയാവും. എൻജോയ്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ ഓരോരുത്തരും ഇവിടെ പിന്നെ പൈസ കൊണ്ട് ആർഭാടങ്ങൾ കാണിച്ച് എന്താ പറയാ, അത്രയും വൃത്തികെട്ട രീതിയിൽ പല ആചാരങ്ങളും കൊണ്ടുവന്ന് എല്ലാം എൻജോയ് ചെയ്തില്ലല്ലോ. മറ്റുള്ളവരെ ഓരോന്നിനും ഒരു വിലയും കൽപ്പിക്കാതാ. അതിനൊക്കെ പഠിച്ചോ തന്നെ പണി തന്നെ കയറാം. അനുഭവിക്കുന്നേ വേണ്ടി എല്ലാവരും അനുഭവിക്കേണ്ടി വരും. എൻജോയ് ചെയ്തോളി, എല്ലാവരും അനുഭവിച്ചോളി. ഓരോരുത്തരുടെ അഭിപ്രായം കമന്റ് ബോക്സ് ഓപ്പൺ ആക്കി ഇട്ടിക്കാണ്. കമന്റ് ബോക്സിലൂടെ അങ്ങോട്ട് അറിയിച്ചുകൂടി. എന്നിട്ട് എല്ലാവരും നമുക്ക് ഒരുമിച്ചാണ് എൻജോയ് ചെയ്യാം. പട്ടിണിയെങ്കിൽ പട്ടിണി, കഞ്ഞിയെങ്കിൽ കഞ്ഞി കുടിച്ച് നമുക്ക് ആർവാദിക്കണം. ആരും രക്ഷപ്പെടാൻ പോണില്ല. യൂട്യൂബ് തൂക്കി കിടക്കണ പോലെ മാത്രമല്ല, ആ AC റൂം തീർന്ന കമന്റ് അടിച്ചിനോന്റെ പണിയും പോകും മക്കളെ. യുദ്ധം അവസാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, പടച്ചോനോട് കുത്തർന്ന് പ്രാർത്ഥിച്ചോളി എങ്ങനെയും ഇത് അവസാനിപ്പിച്ചു തരാൻ. അല്ലാതെ ട്രംപ് തന്നെ തന്നെയാവും ഇത് അവസാനിപ്പിക്കൂല, വേറെ ഒരു വഴിയില്ല. വലിയ പ്രകൃതി ദുരന്തങ്ങൾ നടക്കേണ്ടി വരും ഇസ്രായേലിലും അല്ലെങ്കിൽ അമേരിക്കയിലും, എന്നാത്തിനൊരു അവസാനം ഉണ്ടാവും. അല്ലാതെ ഇത് നിൽക്കൂല. എന്നാലും ഇറാൻ കൊണ്ടേക്കാട് അവിടെ പൊട്ടിച്ചു. അമ്മാര് ചെയ്തല്ലേ ഇപ്പന്മാർ ഇവിടെ ചെയ്തിട്ടുള്ളത് കണ്ടറിയാം. വരുന്നിടത്ത് വെച്ച് കാണാം. അള്ളാഹ് കരീം, അത്ര പറയാനുള്ളൂ. ആരും രക്ഷപ്പെടാൻ പോണില്ല. ആരും ആരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. അനുഭവിക്കാനുള്ള അനുഭവിച്ചേ മതിയാവും. ഓക്കെ, വിറക് ഫാൻസിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത്, പിടിച്ചിരുന്നോളി, വീട്ടില് കത്തിക്കാൻ നോക്കി. എൻജോയ്. ടാറ്റാ, ബൈ.